അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീയല്ല, നീ അവൻ്റെ അടിമയാണ്. ഇപ്പോൾ വളരെയധികം കോമൺ ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് റിജക്ഷൻസ്, അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്സ്. പണ്ട് തൊട്ടേ ഉണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടെ അത് കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ പല സമയത്തും നമ്മൾ ഉറക്കമില്ലാത്ത രാത്രികൾ, അതുപോലെ തന്നെ അലക്ഷ്യമായിട്ടുള്ള പകലുകളെല്ലാം ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ റിജക്ഷൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കാറുണ്ട്. തീർച്ചയായിട്ടും കാലക്രമേണ വേദനയുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറഞ്ഞതിന് ശേഷം ഒരു പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും, യു ഹാവ് ടു ഡു സംതിങ് ടു ടേക്ക് എ റിവെഞ്ച്. ആ ഒരു രീതിക്ക് നിങ്ങളുടെ ചിന്തകൾ മാറും. അടുത്തിടെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോടിങ്ങനെ ഒന്ന് പറഞ്ഞായിരുന്നു, അവൾക്ക് ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് കുറേ നാളായി, പക്ഷേ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് അവൾക്ക് പോകാൻ വേണ്ടി ഒട്ടും സാധിക്കുന്നില്ല. കാരണം അങ്ങനെ പോകുമ്പോഴേക്കും ഉടനെ ആ മറ്റേ വേദന അവളുടെ ഉള്ളിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ അവൾക്ക് ചോദിക്കുന്നത്, ഇഫ് യു ആം ഡൂയിങ് സംതിങ്, എങ്ങനെയെങ്കിലും അവനെ എൻ്റെ വർത്ത് കാണിച്ചു കൊടുത്താൽ, ഞാൻ എന്നതാണെന്ന് മനസ്സിലാക്കിയാൽ, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അവളെ കാണിച്ച്, ലൈക്ക് ഫെയിം കിട്ടിയാൽ, ലൈക്ക് ഞാൻ ഫേമസ് ആയി, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനേക്കാൾ ഞാൻ വർത്തിയാണെന്ന് അവന് തോന്നുകയും അങ്ങനെ എൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യില്ല എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, പല ആളുകളും നിന്നോട് ഇതിപ്പോൾ സംസാരിക്കും, നിന്നോട് പറയും, കാരണം ഇത് ഈ ഒരു വേദന നിങ്ങളുടെ എനർജിയായിട്ട് എടുത്തിട്ട് അവന് പ്രൂവ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കൂ, ജീവിതത്തിൽ സക്സസ്ഫുൾ ആവും എന്നൊക്കെ ആളുകൾ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊരിക്കലും പറയില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീയല്ല, നീ അവൻ്റെ അടിമയാണ്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ് തിരിച്ച് വരുന്നതെങ്കിൽ അവളുടെ അടിമയാണ്. അവൾക്കോ അവനോ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പ്രയോറിറ്റീസ് മാറ്റി അവൾക്കോ പ്രൂവ് ചെയ്യാൻ വേണ്ടി, അവരുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വന്തം പണയം വെച്ച്, നിങ്ങളുടെ കഴിവും നിങ്ങളുടെ പാഷനും പണയം വെച്ച് നിങ്ങൾ അവർക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി പോയാൽ, ഫെയിമിന് വേണ്ടി പോയാൽ നഷ്ടമാവുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയായിരിക്കും. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വരില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്ലഷർ അതിൽ നിന്ന് കിട്ടുമായിരിക്കും. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ, നിങ്ങൾ 90 വയസ്സ് 105 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ പാഷൻസിനെ നിങ്ങൾ മറന്നു, വിജയത്തിന് വേണ്ടി പാഷൻസിനെ മറന്നു. നിങ്ങൾ നന്നായി ഒന്ന് ഉറങ്ങിയിട്ടില്ല, നിങ്ങൾ ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ടില്ല, നിങ്ങളുടെ ജീവിതത്തിലെ സൗന്ദര്യമായ നിമിഷങ്ങൾ നിങ്ങൾ ആസ്വദിച്ചിട്ടില്ല. ആക്ച്വലി ഇതൊരു വയലൻ്റ് ആക്ട് തന്നെയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് മുഖത്ത് ആസിഡ് ഒഴിക്കുന്നത് തെറ്റാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. സ്റ്റിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്, ഇതിൽ ഞാൻ പറയുന്നെങ്കിലും ഒരുവിധം കുറേ ആളുകൾക്കെങ്കിലും അതൊക്കെ തെറ്റാണെന്ന് അറിയാം, അല്ലെങ്കിൽ അത് അവരെ വേദനിപ്പിക്കുന്ന അറിയാം. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ചിന്ത, ആസിഡ് ഒഴിക്കുക എന്നുള്ള ഒരു ചിന്ത വരുന്ന അതേ തോട്ട് തന്നെയാണ് അവനെ എനിക്ക് ജീവിച്ച് എനിക്ക് അവനെ മുന്നിൽ ആളാവണം എന്നുള്ള ചിന്ത. രണ്ടും ഏകദേശം ഒരേ ചിന്ത തന്നെയാണ്. ആ ഒരു ചിന്തയിൽ നിങ്ങൾ അടിമപ്പെട്ടു പോയാൽ നിങ്ങളുടെ ഫ്രീഡമാണ് അവിടെ നഷ്ടപ്പെട്ടത്. നിങ്ങൾ വീണ്ടും അവന് വേണ്ടി നിങ്ങളുടെ സമയം ചെലവാക്കുകയാണ്. അതായത് നിങ്ങളെ വേണ്ട എന്ന് വെച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് തന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും സമയം ചെലവാക്കുകയാണ്, ജസ്റ്റ് ബിക്കോസ് യു വെർ അറ്റാച്ച്ഡ് ടു ഹിം ഓർ ഹെർ. അവരോട് നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു, അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അവൻ പോയി എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങൾക്ക് വേദന തരുന്നത്. ഒരിക്കലും ഒരു ബ്രേക്കപ്പ് ആർക്കും വേദന തരില്ല മക്കളെ. ഒരു ബ്രേക്കപ്പ് അല്ല നിങ്ങൾക്ക് വേദന തരുന്നത്, ആ ബ്രേക്കപ്പിനോടുള്ള നിങ്ങളുടെ റെസിസ്റ്റൻസ് ആണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന വരുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി മനസ്സ് കണ്ടുപിടിക്കുന്ന പല തെറ്റായ മാർഗങ്ങളാണ് അവൻ്റെ മേൽ നിനക്ക് വർത്ത് കാണിക്കുക, ഇതുപോലെ ആശ്രയിക്കുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. നത്തിങ് ഈസ് റിയലി മാറ്ററിങ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക് എത്തിയത് തന്നെ പ്രോബ്ലമാറ്റിക് ആയിട്ടാണെന്ന് ഞാൻ പറയും. ഒരുപക്ഷെ നിങ്ങളുടെ അലോൺനെസ് കൊണ്ടായിരിക്കും നിങ്ങൾ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമെന്നും കിട്ടാതെ സ്നേഹം അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായി തോന്നിയപ്പോഴായിരിക്കും നിങ്ങൾ ചെന്നത്. You were attracted to them and you were addicted to them and you were attached to them. This attachment always takes away your freedom.
എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ ഏറ്റവും പ്യുവറായ ലവ് റിലേഷൻഷിപ്പ് നയിക്കേണ്ടത് നിങ്ങളോട് തന്നെയാണ്. വെൻ യു ലവ് യുവർ സെൽഫ്, ഇറ്റ് ഈസ് സോ ഈസി ടു ലവ് സംവൺ എൽസ്. നമുക്ക് വേറൊരാളോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ലവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇഫ് ദേ കം, ഇറ്റ്സ് ലൈക്ക് എ പോയട്രി. നമ്മളൊരു പോയട്രി വായിക്കുന്നത്, ആ പോയട്രി നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുന്നത്, മാക്സിമം ബ്യൂട്ടിഫുൾ ആണ് പോയട്രി മനസ്സിലാക്കുന്നത്. നമുക്കത് വേണ്ട എന്ന് ഒരു സമയം, അയാൾക്ക് നമ്മളെ വേണ്ടാന്ന് തോന്നുന്നൊരു സമയത്ത് തീർച്ചയായിട്ടും ആ പോയട്രി മാറ്റി നമുക്ക് പുതിയൊരു കാര്യത്തിലേക്ക് പോവാം. അതൊരു പ്രണയം തന്നെ ആവണമെന്നില്ല, പുതിയൊരു പാഷനിലേക്ക് നമുക്ക് പോവാം, പുതിയ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫെയിമിനോ സക്സസ്സോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈൻ, നിങ്ങൾക്കത് ഓക്കെയാണ്. അത് തീർച്ചയായും നിങ്ങൾ ചെറിഷ് ചെയ്ത് തന്നെ ചെയ്യും. എന്നാൽ മറ്റൊരാൾക്ക് ഇടയ്ക്ക് നമ്മുടെ വർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മളെ ആരാണ് നമ്മൾ മറന്നു പോകും, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മറന്നു പോകും. ഇതെല്ലാത്തിനും ഉപരിയായി അവനോടുള്ള പ്രതികാരം നമ്മുടെ മനസ്സിന് മുന്നിൽ വന്ന് വയ്ക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആ ഒരു വിജയത്തിന് വേണ്ടിയായിരിക്കും. ആ ചെയ്യുന്ന പ്രവൃത്തിയിലായിരിക്കില്ല നിങ്ങൾ സന്തോഷമായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ തന്നെ എനിക്ക് ഈ വീഡിയോ പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഫോർ സം ഫെയിം ഓർ സക്സസ് ഓർ എനിത്തിങ്. എനിക്കിത് വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നുന്നു ഞാൻ സംസാരിക്കണം. ഇറ്റ്സ് ലൈക്ക് മൈ പാഷൻ. ഞാനിത് ആരോടുമുള്ള ഒരു റിവെഞ്ചായിട്ട് ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഐ ആം ഇൻ 100% ഞാൻ പ്രസൻ്റ് ആണ് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫിനെ നിങ്ങളായിട്ട് വേറൊരാൾക്ക് വേണ്ടി തകർക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.